അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവകൃപയുടെ സാക്ഷ്യങ്ങൾ. ഈ ആഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്ന ബിനോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഷേർലി ചേച്ചിയുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇന്നലെ ഇവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹം അത് നമ്മളുമായി പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ ഈ കുടുംബം എന്നോടൊപ്പം ആയിരിക്കുന്നത്. എന്തായാലും ഈ ചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു അനുഭവ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ബിനോയ്. ഞാൻ കോട്ടയം ജില്ലയിൽ പാലാ രൂപതയിൽ അടിവാരം എന്ന് പറയുന്ന കൊച്ച് ഇടവകയിലാണ്. എനിക്കൊരു 10 വർഷമായിട്ട് ഷുഗർ വന്നിട്ട് എൻ്റെ കാല് രണ്ടും അരയ്ക്ക് താഴോട്ട് ബലമില്ലാതെ പോയി. എനിക്ക് നടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണമായിരുന്നു. ഞാൻ നടക്കുമ്പോൾ വേച്ച് പോകുമായിരുന്നു മുന്നോട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാലെടുത്ത് വെച്ച് ആ കാലം ഉറച്ചു എന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിൽ മാത്രമേ പറിച്ചു പോകും. ഞാൻ മറിഞ്ഞ് വീഴുമായിരുന്നു. ഇത് എത്ര നാളായി ഇങ്ങനെ സംഭവിച്ചത്? 10 വർഷം, 2.5 വർഷമായി. 10 വർഷമായിട്ട് ഷുഗറുണ്ട്. അവിടെ കൈക്ക് കാലിനൊന്നും ബലമില്ലാതെ പോയി. കാലിന് നീരൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. എത്ര വയസ്സുണ്ട് ചേട്ടന്? എനിക്ക് 57 വയസ്സുണ്ട്. അപ്പോൾ ഈ 2.5 വർഷമായിട്ട് ഈ ഒരു കഷ്ടപ്പാടാണ്, അതായത് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകാൻ പറ്റില്ല, കാരണം കാലിനും ബലമില്ല, നടക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു. അങ്ങനെയുള്ള അസ്വസ്ഥതകളായിരുന്നു. മരുന്നും ഇൻസുലിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കുമായിരുന്നു. ആദ്യമായിട്ടാണോ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നത്? ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ടില്ല. ഈ മാസം ആദ്യം 2 തവണ വന്ന് ധ്യാനം കൂടി. ഇടയ്ക്ക് വീട്ടിലൊന്ന് പോയപ്പം പിന്നെ തടത്തിലച്ചൻ വീട്ടിലൊന്ന് പോയിട്ട് പറയാൻ തടത്തിലച്ചൻ പറഞ്ഞു ദമ്പതി ധ്യാനം കൂടാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരോട് വന്നു. ദമ്പതി ധ്യാനം കൂടി രണ്ടാമത്തെ ദിവസം ചോറുണ്ടോണ്ടിരുന്ന അവിടുന്ന് കൈയൊക്കെ കഴുകി ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് തളർന്നു പോയി. തളർന്നു പറഞ്ഞ് ഞാൻ വീണു. പിന്നെ ഭാര്യ പിടിച്ചിട്ട് നിന്നില്ല. 2 പ്രേക്ഷിതർ വന്ന് അവരും കൂടി പിടിച്ച് എന്നെ വീൽ ചെയറിലാക്കി റൂമിൽ കൊണ്ടേ ആക്കിയിട്ട് ഞാൻ ഒരു ദിവസം റൂമിൽ കിടന്ന് ധ്യാനം കൂടി. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ സൗഖ്യ ആരാധനയുടെ ആ സമയത്ത് എനിക്കെന്തോ എന്നെ അവിടെ മുന്നെ കൊണ്ടേയിരുത്തി. എനിക്കെന്തോ എൻ്റെ ശരീരത്തിന് എന്തോ ഇതുപോലെ എനിക്ക് തോന്നി. ജെയിംസ് കുട്ടി ബ്രദർ പറഞ്ഞു ഈ കാലിന് വേദന അതുപോലെ ബുദ്ധിമുട്ടുള്ളവർ ചാടിയേക്കാൻ പറഞ്ഞു. ഞാൻ ചാടി ഏറ്റു കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല, വേദനയുണ്ടോ ഒന്നും നോക്കിയില്ല. ചാടിയേറ്റിട്ട് നടന്നോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പുറകെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും മുന്നിൽ ഞാനിങ്ങനെ നടന്നു. ഉണ്ടായിരുന്ന കയ്യെ പിടിച്ച് പതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റി. എന്നിട്ട് ഞാൻ തന്നെ നടന്ന് നല്ല ഒരു സൗഖ്യം എനിക്ക് തന്നു. യേശുവേ നന്ദി, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അനുഗ്രഹമാണ് ഈ പറഞ്ഞ പോലെ. കാല് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കാലില് നല്ല പോലെ നീരുണ്ടായിരുന്നു. അതായത് ഒട്ടും കാലിന് മുട്ടിന് താഴേക്ക് അരയ്ക്ക് താഴോട്ട് ബലമില്ലാണ്ട് ഇരുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയാണ് ഇന്ന് എൻ്റെ അടുത്ത് ഇതേപോലെ നിൽക്കുന്നത്. അപ്പം അദ്ദേഹം നടക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ശക്തിയായിട്ട്, വളരെ ശക്തിയായിട്ട് തന്നെ അദ്ദേഹം ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാലൊന്നും പറിച്ചു വെക്കാൻ പറ്റത്തില്ലായിരുന്നു. 2.5 വർഷമായിട്ട് ജോലിക്കൊന്നും പോകാതെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു അല്ലെ? കണ്ണീരോടെ ആ ചേട്ടൻ ആ ഒരു അനുഭവം, സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. സന്തോഷത്തിന്റെ യേശുവേ നന്ദി. അതേസമയം തന്നെ ആരാധനയുടെ സമയത്ത് ഷോറിൽ വേദനയായിട്ട് 2 കൈയും ഇങ്ങനെ ഉയർത്താൻ പറ്റുകയല്ലാതെയായിരുന്നു ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. ആരാധനയുടെ സമയത്ത് ഈശോ എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ കൈ രണ്ടും പൊക്കാം. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. നല്ലൊരു മനസ്സിന് ഒരു ഉണർവും സന്തോഷവും കൈയുടെ ഷോൾഡറിൻ്റെ വേദനയെല്ലാം പൂർണ്ണമായിട്ട് ഈശോ സൗഖ്യപ്പെടുത്തി. മുല്ലപ്പൂവിൻ്റെ മണം നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. നല്ല മുല്ലപ്പൂ, നല്ല കട്ടിയായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നായിരുന്നു ആരാധനയുടെ സമയത്ത്. അപ്പോൾ അങ്ങനെ യേശു സൗഖ്യം തന്നെ ഞങ്ങൾ 2 പേരെയും കുടുംബത്തെ രക്ഷിച്ചു. യേശുവിനെ ചേട്ടന് കിട്ടിയ ഒരു സൗഖ്യം ഇപ്പം കഴിഞ്ഞ 2.5 വർഷമായിട്ട് നിങ്ങൾ ചേച്ചി അനുഭവിക്കുന്നുണ്ട്. കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എപ്പോഴും ചേട്ടൻ്റെ കൂടെ വേണം, പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഒരു വണ്ടി വേണം, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ ഈ ചേട്ടൻ നടക്കുന്നത് ചേച്ചിയോടെ തന്നെ നടന്നിങ്ങോട്ട് വരുന്നു, ഇതുപോലെ ഇത്ര നേരം നമ്മുടെ ഒപ്പം നിൽക്കുന്നു. ഇതിൽ എന്താണ് പറയാനുള്ളത് ഈ ഒരു രോഗസൗഖ്യത്തിൽ? ഇതിൽ പറയാനുള്ളത് യേശു നമ്മളെ സൗഖ്യപ്പെടുത്തി. അല്ലെങ്കിൽ നമുക്ക് തന്നെയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർമാർ നോക്കിയിട്ടും ഒന്നും ചെയ്യാം. എത്രയും മരുന്നും ഇൻസുലിനും ഒക്കെ കൊണ്ടേ അവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. യേശുവാണ് പൂർണ്ണ സൗഖ്യം തന്നെ രക്ഷിച്ചെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഒരു 7 ഗുളിക ഒരു ദിവസം കഴിക്കുന്നുണ്ട് ഞാൻ. 7 ഗുളിക. അതുപോലെ തന്നെ 2 നേരം ഇൻസുലിന് രാവിലെ 40 എടുക്കണം, ഉച്ചയ്ക്കല്ല വൈകുന്നേരം ഒരു 35. അങ്ങനെ 2 നേരം ഇൻസുലിനും എടുത്ത്. ഇന്നലെ ഒന്നും ഞാൻ ഇൻസുലിൻ എടുത്തില്ല ശരിക്കും, സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം. ഈശോ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ഒരു നേർക്കാഴ്ചയാണ് ഇന്നിപ്പോൾ കാണുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധനയിൽ
തിരുവോസ്തി, ഈശോയുടെ ആ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചുള്ള ആ ആരാധനയിൽ ഈശോ നേരിട്ട് കൊടുത്ത ആ ഒരു സൗഖ്യം ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യമായി ഇന്ന് എൻ്റെ തൊട്ടടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം സംഭവിച്ച ഒരു വലിയൊരു അത്ഭുതം കൂടിയാണ് ഇവരുടെ ജീവിതത്തിലേക്ക്. തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു സൗഖ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ച സൗഖ്യം മറ്റുള്ളവർക്കും കൂടി പകർന്നു നൽകാനും അത് ദൈവാനുഭവം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നിങ്ങൾക്ക് ആവട്ടെ. ഒപ്പം ഇനിയും ജീവിതത്തിൽ ദൈവം പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ, അനുഗ്രഹങ്ങൾ നൽകട്ടെ. ജൂൺ ആദ്യമേ 1-ാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പം ചേട്ടന് വയറ്റിന്ന് വെച്ചാലായി തീരെ അവശതയായിട്ട് പോയി. പിന്നെ ട്രിപ്പ് വിട്ട് ആശുപത്രിയിൽ ഇതായിരുന്നു, കിടക്കുമായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ആഴ്ചയിലെ ധ്യാനമൊന്നും നമുക്ക് കൂടാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ അങ്ങനെ വീണ്ടും വരുന്നത്, അങ്ങനെ പോയിട്ട് വരാം ധ്യാനം കൂടി, അങ്ങനെയാണ് വീണ്ടും ഞങ്ങളിങ്ങനെ സൗഖ്യത്തിലോട്ട് വന്നത്. പല പ്രതിസന്ധികളുണ്ടായാലും വീണ്ടും വീണ്ടും വന്ന് ധ്യാനം കൂടി ഇപ്പോൾ അതൊരു സൗഖ്യമായി തന്നെ മാറി. എന്തായാലും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ഈശോ ശക്തി. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.